ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവവചനം കേൾക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിന് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരുമാറാകട്ടെ. ഇനി കേൾക്കുന്ന ദൈവവചന സന്ദേശം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ വിശ്വാസത്തിൽ വർദ്ധിപ്പാൻ, കുറച്ചുകൂടെ കർത്താവിനോട് അടുക്കാൻ ഈ ദൈവവചന സന്ദേശം കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം ഈ ഭൂമിയിൽ സകലത്തിനെയും തൻ്റെ ഉദ്ദേശത്തിനായിട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ്. ലോകസ്ഥാപനത്തിനു മുമ്പേ ക്രിസ്തുയേശുവിൽ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ ശ്രേഷ്ഠമാണ്, ഉന്നതമാണ്. ഇപ്പോഴുള്ള നമ്മുടെ ജീവിത സാഹചര്യം കണ്ട് ദൈവം നമ്മെക്കുറിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെ നമ്മൾ ലിമിറ്റ് ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ഞാനും നിങ്ങൾ ദൈവത്തിന് വിലപ്പെട്ടവരാണ്. യേശു ക്രിസ്തുവിൻ്റെ തകച്ചോരയാൽ വീണ്ടെടുത്ത്, വിലയേറിയ രക്തത്താൽ വീണ്ടെടുത്ത് വിലയുള്ളവരാണ്. വിലയേറിയവരും മാന്യരുമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ. മനുഷ്യരാരും നമുക്ക് വില കൽപ്പിച്ചില്ലെങ്കിലും വില ദൈവം നമുക്ക് കൽപ്പിച്ചാക്കും. ദൈവസന്നിധിയിൽ വിലയേറിയവരാണ്. കാരണം അവിടുത്തെ പുത്രൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ദൈവം ഒരുവന് ഒരു അഭിഷേകം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരുവന് ഒരു നിയോഗം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അഭിഷേകത്തിലൂടെ എന്തെല്ലാം ചെയ്തെടുക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടോ അതെല്ലാം ദൈവം ആ വ്യക്തിയിലൂടെ ചെയ്തെടുക്കും. ഒരു നിയോഗം ഒരു വ്യക്തിക്ക് ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ നിയോഗം കംപ്ലീറ്റ് ചെയ്യാൻ ദൈവം ആ വ്യക്തിയെ സഹായിക്കും. നിയോഗമുള്ളവരെ അടിച്ചമർത്താൻ ആർക്കും പറ്റത്തില്ല, തളർത്തിക്കളയാൻ ആർക്കും പറ്റത്തില്ല. അവർ ദൈവത്തിൻ്റെ സമയത്ത് അവരെഴുന്നേറ്റ് വരും. അപ്പോൾ തന്നെ നിയോഗത്തോടെ ഒരു വ്യക്തി ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ വ്യക്തിയെ അനുകരിച്ചുകൊണ്ട് നിയോഗമില്ലാത്തൊരു വ്യക്തി അത് ചെയ്താൽ അത് തകരും. ദൈവജനം പറയുന്നു, അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കണം. എന്തിന്? തക്ക സമയത്ത് ദൈവത്തിൻ്റെ ഉയർച്ച ജീവിതത്തിൽ വെളിപ്പെട്ട് വരുവാൻ താണിരിക്കണം. പ്രിയമുള്ളവരെ, ദൈവിക നിയോഗങ്ങൾ ദൈവത്തിൻ്റെ സമയത്താണ് ദൈവം പൂർത്തീകരിക്കുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിയോഗങ്ങൾ പൂർത്തീകരിപ്പാൻ, നിങ്ങളുടെ തലമുറകളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിയോഗങ്ങൾ പൂർത്തീകരിപ്പാൻ ദൈവത്തിനൊരു ടൈമുണ്ട്. ആ ടൈം വരെ കാത്തിരിക്കണം. എബ്രായലേഖനം 11-ാം അധ്യായത്തിൻ്റെ 29-30 വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു: വിശ്വാസത്താൽ അവർ കരയിലെന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്ന് അത് മിസ്രയീമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. ചരിത്രമൊക്കെ നമുക്കറിയാം. ഇസ്രായേൽ ജനം ചെങ്കടലിൽ കടന്ന് ദൈവം ചെങ്കടലിനെ വിഭാഗിച്ച് അവരെ പുറപ്പെടുവിച്ചത് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലുണ്ട്. ആ സംഭവത്തെ വിശ്വാസത്തിൻ്റെ അധ്യായമായ 11-ാം അധ്യായം എബ്രായ ലേഖനത്തിൽ പറയുക, ഇസ്രായേൽ ജനം വിശ്വാസത്താലാണ് കരയിലെന്ന പോലെ ചെങ്കടലിൽ കൂടെ നടന്നത്. അവർ നടന്നതിൻ്റെ പിന്നിൽ ഒരു റീസൺ എന്ന് പറയുന്നത് വിശ്വാസത്താൽ, ബൈ ഫെയ്ത്ത്. വൈരാഗ്യത്താലോ അസൂയയാലോ പകയാലോ ദേഷ്യത്താലോ ജഡത്താലൊന്നുമല്ല അവർ ചെയ്തത്, അവർ വിശ്വാസത്താലാണ്. പുറപ്പാടിൽ അത് എഴുതിയില്ലെങ്കിലും എബ്രായ ലേഖനകാരൻ പറയുക, അവർ വിശ്വാസത്താലാണ് കരയിലെന്ന പോലെ ചെങ്കടലിൽ കൂടെ നടന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വിശ്വാസത്താൽ വേണം ചെയ്യാൻ. ഈ വർഷം വിശ്വസിക്കണം, കഴിഞ്ഞ നാളുകളിൽ ഞാൻ കേട്ടത്, കാതുകൊണ്ട് കേട്ടത് എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ, അനുഭവിപ്പാൻ ദൈവസംഗതി വരുത്തുമെന്ന് വിശ്വസിക്കണം. അങ്ങനെ വേണം ഓരോ ദിവസവും ചുവടുകൾ വെക്കാൻ. വിശ്വാസത്താൽ വേണം, ബൈ ഫെയ്ത്ത് ആയിരിക്കണം. വിശ്വാസത്താൽ ചെയ്താൽ അത് പാപമല്ല. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിച്ചില്ലെങ്കിൽ അത് പാപമാണ്. വിശ്വാസത്തിൽ നിന്ന് ചെയ്തില്ലെങ്കിൽ അത് പരാജയപ്പെടും. വിശ്വാസമാണ് അതിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ്. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയാം, അവർ ചെങ്കടലിൽ തടസ്സമായി നിന്നു അവർക്ക് മുമ്പിൽ. പക്ഷേ അവർ ചെങ്കടലിനെ മറികടന്നു ബൈ ഫെയ്ത്ത്. മറ്റൊന്ന് നമുക്കറിയാം, മോശയുടെ നേതൃത്വത്തിലാണ് അവർ പുറപ്പെട്ടു വന്നത്. ദൈവശബ്ദം കേട്ടുകൊണ്ടാണ് അവർ മുമ്പോട്ട് പോയത്. മേഘം പൊങ്ങുമ്പോൾ അവർ കൂടാരം മാറ്റും. അപ്പം വഴികാട്ടിയായിട്ട് ദൈവത്തിൻ്റെ ദൂതനും ദൈവത്തിൻ്റെ മേഘവും
അവരുടെ മുമ്പിലും പിമ്പിലും ഉണ്ടായിരുന്നതായിട്ട് പുറപ്പാട് 14 നമുക്ക് വായിക്കാൻ പറ്റും. അവരെ ഗൈഡ് ചെയ്തത് ദൈവമാണ്, ദൈവ സാന്നിധ്യമാണ്. എന്നാൽ മിസ്രൈമ്യരെ നോക്കിക്കേ, അവർക്ക് ദൈവമില്ല, യഹോവയെ ദൈവത്തെ അറിയത്തില്ല, ന്യായപ്രമാണമില്ല, ഒന്നുമില്ല. അവരിവരെ ഫോളോ ചെയ്യുക, കൊല്ലും പിടിക്കും പിന്തുടരും കവർച്ച പങ്കിടുക എന്ന് പറഞ്ഞ് ഫോളോ ചെയ്യുക. അവർ ഫോളോ ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒറ്റ ലക്ഷ്യമുള്ളൂ, ഇസ്രായേൽ ജനത്തെ ഇല്ലാതാക്കണം. അവർ വിശ്വാസത്താലല്ല പോകുന്നത്, അവർ ദൈവശബ്ദം കേട്ടിട്ടല്ല പോകുന്നത്, അവരെ നശിപ്പിക്കാൻ പോവുക. അവർക്ക് നിയോഗമില്ല, ദൈവിക നിയോഗമില്ല. നിയോഗമുള്ളവനെ നിയോഗമില്ലാത്ത വ്യക്തികൾ ഫോളോ ചെയ്തപ്പോൾ പരാജയപ്പെട്ടു. വിശ്വാസത്താൽ അവർ കരയിലെന്ന പോലെ ചെങ്കടലിൽ കൂടെ കടന്നു. അതും മിസ്രൈമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. കണ്ടോ, നിയോഗത്തോടെ ചെയ്യുന്ന കാര്യം നിയോഗമില്ലാത്ത വ്യക്തികൾ ചെയ്യാൻ നോക്കിയപ്പോൾ മുങ്ങിപ്പോയെന്ന്. സഹോദര സഹോദരി, താങ്കൾ മേലൊരു നിയോഗമുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ഒരു ദൈവപ്രവൃത്തി എന്നിലൂടെ സംഭവിക്കും, ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ ശോഭിക്കും, പ്രയോജനപ്പെടും. അങ്ങനെ ഒരു നിയോഗം നിങ്ങളുടെ അകത്തുണ്ടോ? അങ്ങനെ ഒരു തീ നിങ്ങളുടെ അകത്ത് കത്തുന്നുണ്ടോ? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും നിങ്ങളുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനോട് സംസാരിച്ചവർ ഉള്ളം കത്തി. അവൻ തിരുവെഴുത്തുകളെ പ്രസ്താവിച്ചപ്പോൾ ഉള്ളം കത്തിയെന്ന് വായിക്കുന്നുമില്ല, അകം കത്തിയെന്ന് വായിക്കുന്നുമില്ല. അങ്ങനെ ഒരു കത്തൽ അകത്ത് ഞാനിത് പറയുമ്പോൾ ഉണ്ടാകുന്നുണ്ടോ? ഉറപ്പായിട്ടും പറയാം, നിയോഗങ്ങൾ ദൈവം നടത്തി തരും. കാരണം വിശ്വാസത്താല, ദൈവശബ്ദം കേട്ടിട്ടാ, നിയോഗത്തോടാ. അത് അനുകരിക്കാൻ നോക്കിയവർ പരാജയപ്പെട്ടു. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഇതിന് സമാനമായ ഒരു സാഹചര്യം, ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിന് 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് അത് രേഖപ്പെടുത്തി. ഇങ്ങനെ: അപ്പോൾ യഹോവ മോശയോടും അഹരോനോടും, ഫറവോൻ നിങ്ങളോട് ഒരു അത്ഭുതം കാണിപ്പീൻ എന്ന് പറഞ്ഞാൽ നീ അഹരോനോട് നിന്റെ വടിയെടുത്ത് ഫറവോൻ്റെ മുമ്പാകെ നിലത്തിടുക എന്ന് പറയണം, അതൊരു സർപ്പമായി തീരുമെന്ന് കൽപ്പിച്ചു. നോക്കിക്കേ, അതൊരു നിയോഗമാണ്. അഹരോൻ്റെ വടി എന്ത് ചെയ്യണം? നിലത്തിടണം. മോശയോട് പറയുക, ഒരു അത്ഭുതം കാണിക്കാൻ പറഞ്ഞാൽ ഞാനൊരു നിയോഗം തരികയാണ്, അഹരോൻ്റെ വടി എന്ത് ചെയ്യണം? നിലത്തിടണം. അതെന്തായി തീരും? സർപ്പമായി തീരും. അതൊരു ദൈവശബ്ദം കേട്ട് പോവുകയാണ്, നിയോഗത്തോടെ പോവുക. 10-ാം വാക്യം: അങ്ങനെ മോശയും അഹരോനും ഫറവോൻ്റെ അടുക്കൽ ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. അഹരോൻ തൻ്റെ വടി ഫറവോൻ്റെയും അവൻ്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ നിലത്തിട്ടു, അത് സർപ്പമായി തീർന്നു. അപ്പോൾ ഫറവോൻ വിദ്വാന്മാരെയും ശുദ്രക്കാരെയും വിളിച്ചു, മിസ്രയീമ്യ മന്ത്രവാദികളായ ഇവരും തങ്ങളും മന്ത്രപദത്താൽ അതുപോലെ ചെയ്തു. നോക്കിക്കേ, അവരും നിലത്ത് വടിയിട്ടത് പാമ്പായി. കേട്ടോ, അഹരോൻ്റെ വടിയും പാമ്പായി, ബാക്കിയുള്ളവരുടെ വടിയും പാമ്പായി. നിയോഗമുള്ളവൻ ചെയ്തപ്പോഴും നടന്നു, നിയോഗമില്ലാത്തവൻ ചെയ്തപ്പോഴും നടന്നു. പക്ഷെ 12-ാം വാക്യത്തിൽ ഒരു കാര്യമുണ്ട്: അവർ ഓരോരുത്തൻ താൻ്റെ വടി നിലത്തിട്ടു, അവയും സർപ്പങ്ങളായി തീർന്നു. എന്നാൽ അഹരോൻ്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. കണ്ടോ, നിയോഗമുള്ളവർ ചെയ്യുന്നതെല്ലാം വ്യത്യസ്തമായിരിക്കും. സഹോദര സഹോദരി, ദൈവത്തിലെ ദൈവിക നിയോഗങ്ങളെ ചുമക്കുന്ന വ്യക്തിയാണോ? ഒരു കാര്യം ഉറപ്പ് പറയാം, ദൈവിക വാഗ്ദത്തങ്ങളെ ചുമക്കുന്ന വ്യക്തിയാണോ? ഒരു കാര്യത്തിൽ ഒരു ഉറപ്പ് പറയാം, ആ നിയോഗങ്ങൾ നടക്കുക തന്നെ ചെയ്യും. എന്നാൽ നിങ്ങളുടെ നിയോഗങ്ങളെ അനുകരിച്ചുകൊണ്ട് ആരെങ്കിലും ചെയ്താൽ അത് നടക്കത്തില്ല. വിശ്വാസത്താൽ ചെയ്യുന്ന പ്രവർത്തികൾ മാത്രമേ സാധ്യമാകത്തുള്ളൂ. ദാനിയേൽ പ്രവാചന പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യത്തിൽ ദൈവിക പ്രമാണങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ജീവനെ പോലും പണയം വെച്ച് വിടിവിച്ചാലും ഇല്ലെങ്കിലും രാജാവേ, അങ്ങയുടെ ദേവന്മാരെ ഞങ്ങൾ സേവിക്കയില്ലെന്ന് രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കത്തില്ല എന്ന് ഉറച്ച തീരുമാനമെടുത്ത് നിയോഗത്തോടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ 3 അഭിഷക്തന്മാർ, എബ്രായ ബാലന്മാർ, ചന്ദ്രക്ക്, മേശക്ക്, അഭേദനകവും, അവരെ പിടിച്ചുകെട്ടി 7 ഇരട്ടി വർദ്ധിപ്പിച്ച തീക്കകത്തേക്ക്, തീച്ചൂളയ്ക്കകത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? എറിയാൻ കൊണ്ടുപോയവർ കത്തിപ്പോയി, ചാമ്പലായിപ്പോയി. അപ്പം 22-ാം വാക്യത്തിൽ
രാജകൽപ്പന കർശനമായിരിക്കൊണ്ടും ചൂട് അത്യന്തം ചൂടായിരിക്കുന്നത് കൊണ്ടും ചന്ദ്രക്കിനെയും മേശക്കിനെയും അഭേദനവുമേ എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു. ചന്ദ്രക്ക്, മേശക്കും അഭേദനകോ എന്നീ 3 പുരുഷന്മാരും ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചൂളയിൽ വീണു. തീച്ചൂളയിൽ വീണെന്ന് മാത്രമല്ല, രാജാവ് കുറച്ചു നേരം നോക്കിയപ്പോൾ രാജാവ് പറയുക, 3 പുരുഷന്മാരെയല്ലേ നമ്മൾ ബന്ധിച്ച് തീയിലിട്ടത്? അപ്പം മന്ത്രിമാർ പറയുക, അതെ, നമ്മൾ 3 പുരുഷന്മാരെയാ തീയിലിട്ടത്. അപ്പോൾ രാജാവ് തിരിച്ചു പറയുക, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്കൊരു കേടും തട്ടിയിട്ടില്ല, തീയുടെ മണം തട്ടിയിട്ടില്ല, തലമുടി കരിഞ്ഞിട്ടില്ല, കാൽച്ചട്ടയ്ക്ക് കേടുപറ്റിയിട്ടില്ല. യെസ്, ദൈവത്തിൻ്റെ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന, നിയോഗത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഒരു കാര്യം ഉറപ്പ് പറയാം, ദൈവം വിശ്വസ്തന. ഒരു ഭാഗത്ത് തീയിലേക്ക് വലിച്ചെറിഞ്ഞവർ, ആരാണോ എറിഞ്ഞവർ അവർ നശിച്ചുപോയി. എറിയപ്പെട്ടവർ കെട്ടഴിഞ്ഞവരായി, ബന്ധനമഴിഞ്ഞവരായി നിൽക്കുക. ഒരേ സാഹചര്യം, നിയോഗമുള്ളവരും നിയോഗമില്ലാത്തവരും. നിയോഗമുള്ളവർ രക്ഷപ്പെട്ടു, നിയോഗമില്ലാത്തവർ നശിച്ചു. ഇതേ കേസ് ദാനിയേലിൻ്റെ ജീവിതത്തിലുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ 22-24 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. നീതിമാനായ, വിശ്വസ്തനായ, പ്രാർത്ഥിക്കുന്ന, വിശ്വാസമുള്ള ദാനിയേലിനെതിരെ രേഖ എഴുതിപ്പിച്ചവരും ഒറ്റിക്കൊടുത്തവരും ഒക്കെയുണ്ട്. ദാനിയേലിനെ സിംഹത്തിൻ്റെ ഗുഹയിലിട്ടപ്പോൾ വായെ ദൈവത്തിൻ്റെ ദൂതനിറങ്ങി അടച്ചു കളഞ്ഞു. സിംഹത്തിൻ്റെ വായ ഒരു കേടും തട്ടിയില്ല. എന്നാൽ അതേ ഭാഗത്ത് ആ ദാനിയേലിനെ ഒറ്റിക്കൊടുത്തവർ, അദ്ദേഹത്തിന് വിരോധമായി നിന്ന ആളുകൾ, അവരെ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയാമോ? 6-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിലുണ്ട് ഇങ്ങനെ വായിക്കുന്നത്: പിന്നെ രാജാവിൻ്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ കൊണ്ടുവന്നു. അവരെയും മക്കളെയും ഭാര്യമാരെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. അവർ ഗുഹയുടെ അടിയിലെത്തും മുമ്പേ സിംഹങ്ങൾ അവരെ പിടിച്ചു, അവരുടെ അസ്ഥികളൊക്കെ തകർത്ത് കളഞ്ഞു. ആദ്യം നിയോഗത്തോടെ നിന്ന ദാനിയേലിനെ എറിഞ്ഞപ്പോൾ ഒരു കേടും തട്ടിയില്ല. കുറ്റം ആരോപിച്ചതാരാണോ ആ വ്യക്തികൾക്ക് സംഭവിച്ചത് നാം ഇപ്പോൾ വായിച്ചു കേട്ടു. സഹോദര സഹോദരി, നിയോഗമുള്ളവനെ സൂക്ഷിക്കുന്ന, നിയോഗമുള്ളവളെ സൂക്ഷിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ദൈവം ഏൽപ്പിച്ച കാര്യത്തിൽ വിശ്വസ്തയോടെ നിൽക്കാം. സ്വർഗം വൻ കാര്യങ്ങൾ നമ്മളിലൂടെ ചെയ്യാൻ വിശ്വസ്തനാണ്. മിലിറ്റയുടെ മണ്ണെന്ന് പറയുന്നത് അനേകരെ കൊന്ന അണലി ഉള്ള സ്ഥലമാണ്. ആരെങ്കിലുമൊക്കെ അണലിയുടെ കടിയേറ്റാൽ, അണലി കൈക്ക് പറ്റിയാൽ ചത്തുവീഴും. ചത്തുവീഴുക മാത്രമല്ല, ദേഹമെല്ലാം വീർക്കും. എന്നാൽ റോമയിലെത്തി ശുശ്രൂഷ ചെയ്യുമെന്നുള്ള വാഗ്ദത്തമുള്ള പൗലോസ് മിലിറ്റയുടെ മണ്ണിൽ എത്തിയപ്പോൾ, നിയോഗമുള്ള, അഭിഷേകമുള്ള, ദൈവശക്തിയുള്ള ദൈവഭൃത്യന മണ്ണിലെത്തിയപ്പോൾ, മറ്റാരുടെയും കൈക്ക് കയറി പിടിക്കാത്ത അണലി പൗലോസ് കുറെ വിറകി തീയിലിട്ടപ്പോൾ ചൂട് നിമിത്തം പുറപ്പെട്ട് തൻ്റെ കൈക്ക് പറ്റി. ആ ജന്തു അവൻ്റെ കയ്യിൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യനൊരു കൊലപാതകൻ, സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തുവീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തു നിന്നു. വളരെ നേരം കാത്തു നിന്നിട്ട് അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സുമാറി അവനൊരു ദേവനെന്ന് പറഞ്ഞു. കണ്ടോ, ആ മണ്ണിൽ നിയോഗമില്ലാതെ പലരും കാല് ചവിട്ടിയിട്ടുണ്ട്, അണലി കടിച്ചിട്ടുണ്ട്, ചത്തു വീർത്തിട്ടുണ്ട്, ചത്തുപോയിട്ടുണ്ട്. പക്ഷേ നിയോഗമുള്ളവൻ്റെ മേത്ത് എത്ര പ്രതിസന്ധി വന്നാലും അവൻ വീഴില്ല. സഹോദര സഹോദരി, പലരും നിന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞേക്കാം, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം, നിങ്ങളായിരിക്കുന്ന സ്ഥലത്തെ നോക്കിക്കൊണ്ട്, അതിൻ്റെ ചരിത്രത്തെ നോക്കിക്കൊണ്ട്, നിങ്ങൾക്ക് വരാൻ പോകുന്നത് വലിയ ദോഷമാണ്, നിങ്ങൾ ഉയരത്തില്ല, നിങ്ങൾ വളരത്തില്ല, നിങ്ങൾ നശിച്ചു പോകും, നിങ്ങൾ ഒതുങ്ങിപ്പോകും
എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറയണം, അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല സഹോദര, അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല സഹോദരി. കാരണം ഞാൻ നിൽക്കുന്നത് നിയോഗത്തോടാണ്. ഞാനൊരു രാജ്യത്തായിരിക്കുന്നുണ്ടെങ്കിൽ അത് നിയോഗത്തോടാണ്, വാക്തത്വ പ്രകാരമായിരിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് നിയോഗത്തോടെയാണ്. അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഇന്നലകളുടെ ചരിത്രത്തിൽ ആരൊക്കെ പട്ടുപോയാലും ഇല്ല, ഞാൻ വീടില്ല, എൻ്റെ തലമുറകൾ വീടില്ല, എൻ്റെ കുടുംബം വീടില്ല. കാരണം ഞാനായിരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ്. പൗലോസിന് പറയാൻ പറ്റും, ഞാൻ ഈ മെലിത്തര മണ്ണിൽ കാലി ചവിട്ടിയത് റോമ കാണാൻ നിന്നെ, റോമയിൽ നീ സാക്ഷീകരിക്കുമെന്നുള്ള ദൈവശബ്ദം കേട്ടിട്ടാണ് ഞാൻ പുറപ്പെട്ടു വന്നത്. എൻ്റെ പ്രേരക ഘടകം നിയോഗമാണ്, എൻ്റെ മേലുള്ള ദൈവശക്തിയാണ്, എൻ്റെ മേലുള്ള അഭിഷേകമാണ്, എൻ്റെ മേൽ നിവർത്തിയാകാനുള്ള വാക്തത്വമാണ്. മെലിത്തയിൽ ആരൊക്കെ പട്ടു വീണു എന്നുള്ളത് എൻ്റെ വിഷയമല്ല, മെലിത്തര മണ്ണിൽ ആരൊക്കെ ഒതുങ്ങിപ്പോയെന്നുള്ളത് എൻ്റെ വിഷയമല്ല. ഞാൻ നിയോഗത്തോടാണ് നിൽക്കുന്നതെങ്കിൽ റോമയിൽ ഞാൻ എത്തും, അവിടെ ഞാൻ എൻ്റെ കർത്താവിനെ സാക്ഷീകരിക്കും. ചരിത്രം എന്തുമായിക്കൊള്ളട്ടെ, താങ്കൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിൻ്റെ ചരിത്രം എന്തുമായിക്കോട്ടെ, താങ്കളായിരിക്കുന്ന രാജ്യത്തിൻ്റെ ചരിത്രം എന്തുമായിക്കോട്ടെ, താങ്കളുടെ പശ്ചാത്തലം എന്തുമായിക്കോട്ടെ, വിശ്വസിക്കൂ, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. യേശു ക്രിസ്തുവിൻ്റെ തങ്കച്ചൊരയിൽ വീണ്ടെടുക്കപ്പെട്ട ഒരാൾ, വിശുദ്ധിയോടെ വേർപാടോടെ കർത്താവിൻ്റെ കൽപ്പന സ്വീകരിച്ചിരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ നിൽക്കുന്നത് അഭിഷേകത്തോടെയാണ്. ഞാൻ പ്രാർത്ഥിച്ചാണ് ഓരോ ദിവസവും ആരംഭിക്കുന്നത്. ദൈവവചനം വായിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും ആരംഭിക്കുന്നത്. പിശാചിന് അവകാശം പറയുന്ന ഒന്നും എൻ്റെ ലൈഫിനകത്തില്ല. എനിക്കുറപ്പുണ്ട്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നിയോഗങ്ങൾ എൻ്റെ മേൽ പൂർത്തിയാകും. യെസ്, അതങ്ങനെ സംഭവിക്കാൻ പോവാ. നിരാശപ്പെടുത്തുന്നവരെ നിരാശപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അവരവരുടെ വാക്കുമാറ്റത്തില്ല. അവർ പരാജയപ്പെട്ടവരുടെ ചരിത്രം വിശദീകരിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ നീ പറയണം, ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ കാപ്പാൻ ശക്തനാണ്. അവന് ആദ്യനും അന്ത്യനുമാണ്. പത്മോസിൻ്റെ ദ്വീപിനകത്ത് പലരും ചെന്നുപെട്ടിട്ടുണ്ട്. അവരൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. ആ ഒരു കണക്കുകൂട്ടിലാണ് ഡൊമീഷ്യൻ യോഹന്നാനെ നാടുകടത്തിയത്. തീരാൻ വേണ്ടി അയച്ചതാ, ലേഖനം എഴുതാൻ വേണ്ടി അയച്ചതല്ല. തീർന്നു പോകട്ടെ എന്ന് പറഞ്ഞ് അയച്ചതാ. പക്ഷെ തീരണോ വേണ്ടായോ എന്ന് തീരുമാനിച്ചത് യോഹന്നാൻ സ്നേഹിച്ച കർത്താവാണ്. യോഹന്നാൻ ഏറ്റവും അധികം സ്നേഹിച്ചവനാ തീരുമാനിക്കുന്നത്, അല്ലാതെ ഡൊമീഷ്യനല്ല, നീറോയല്ല. അധികാരികളെ തീരുമാനിക്കുന്നത്. സഹോദര, യേശുവിനെ മാറ്റെന്തിനേക്കാൾ അധികം സ്നേഹിക്കുക, അവൻ നിൻ്റെ ചരിത്രത്തെ മാറ്റി എഴുതും. സഹോദരി, യേശു ക്രിസ്തുവിനെ ഏറ്റവും അധികം സ്നേഹിക്കുക, അവിടുന്ന് നിൻ്റെ ചരിത്രത്തെ മാറ്റി എഴുതും. നിൻ്റെ ചരിത്രം എഴുതുന്നത് ഭരണകൂടങ്ങളല്ല, വാഴുന്നവരല്ല. വാഴുന്നവന് മീതെ നിൽക്കുന്ന രാജാതിരാജാവുണ്ട്, കർത്താവുണ്ട്. അവിടുന്നാണ് തീരുമാനിക്കുന്നത് നിൻ്റെ ലൈഫിനകത്ത് എന്ത് സംഭവിക്കണമെന്ന്. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറാകും? എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അവിടുന്ന് സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവവചന സന്ദേശം ശ്രദ്ധിച്ച സകല വ്യക്തികളെ അവിടുത്തെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിയോഗത്തോടെ ദൈവത്തിൻ്റെ നാമത്തിനു വേണ്ടി പ്രയോജനപ്പെടാൻ ഈ ശബ്ദം കേട്ട സകല വ്യക്തികളെ അവിടുന്ന് സഹായിക്കണം. അവരുടെ തലമുറകളെ സഹായിക്കണമേ. നിയോഗങ്ങളവനെ തകർക്കാൻ കഴിയത്തില്ലല്ലോ. വിശ്വാസത്തോടെ ദൈവശബ്ദം കേട്ട് ചെയ്യുന്ന വ്യക്തികളെ തകർക്കാൻ ആർക്കും കഴിയത്തില്ലല്ലോ. വലിയ ദൈവപ്രവൃത്തികൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. യേശുവിനെ മറ്റെന്തിനേക്കാളും അധികം സ്നേഹിപ്പാൻ, കൂടുതൽ സമയം പ്രാർത്ഥിപ്പാൻ, വചനം വായിപ്പാൻ, ആത്മീയ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാൻ പരിശുദ്ധാത്മാവ് സംഗതി വരുത്തണമേ. ഒരുമിച്ച് അനുഗ്രഹിക്കും. ഞങ്ങളുടെ വരവിനായി ഞങ്ങൾ ഒരുക്കും. യേശുവിൻ നാമത്തിൽ ആമേൻ.